അരിഞ്ഞെടുക്കുക. ആ തേങ്ങ വീഡിയോയിൽ കാണുന്ന പോലെ ഈ അരമുറി തേങ്ങ ഒരു മുറി തേങ്ങ അരക്കല്ല ചിരണ്ടിയെടുക്കുക. അതുപോലെ അടുത്തായി ചൂടുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് തൊലി കളയുക. തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചുവന്നുള്ളികളെയും നമ്മൾ കഴുകുക. ആദ്യം നമ്മൾ തൊലി കളയുക. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും തൊലി കളയുക, കഴുകുക, അരിഞ്ഞെടുക്കുക. ശേഷം നമ്മൾ മൂവാണ്ടൻ മാങ്ങ ഇതുപോലെ ചെത്തിയെടുക്കുക. കഴുകി വൃത്തിയാക്കി മൂവാണ്ടൻ മാങ്ങ ചെത്തി വൃത്തിയാക്കി എടുക്കുക. ശേഷം മൂവാണ്ടൻ മാങ്ങ ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. ഇതുപോലെ കുനുകുനാക്കിയിട്ടല്ല, ഇതുപോലത്തെ പരുവത്തിൽ അരിഞ്ഞു കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ കഴുകി വെച്ച പച്ചമുളക് നീളനെ അരിഞ്ഞു കൊടുക്കുക. 3 പച്ചമുളക് നീളനെ അരിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ ചെത്തിയിലേക്കും വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി ചുവന്നുള്ളി വെച്ചതിലേക്കും പച്ചമുളക് കൂടി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സി ജാറിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച മൂവാണ്ടൻ മാങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ സാധനങ്ങളിട്ടതിന് ശേഷം ഈ തേങ്ങയുടെ ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തി ടേസ്റ്റി ആൻഡ് ഫ്രഷ് ആവാൻ തേങ്ങ ചമ്മന്തി സ്പെഷ്യലാണ്. അതിലേക്ക് അല്പം ഉപ്പ്, എ പിഞ്ച് ഓഫ് സാൾട്ട്. മിക്സിയിലേക്ക് നമ്മളിട്ട അരപ്പ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. യെസ് ഗായ്സ്, അങ്ങനെ നമ്മുടെ സൂപ്പർ തേങ്ങ ചമ്മന്തിയുടെ റെഡി. നമുക്കിത് കഴിക്കാവുന്നതാണ്. ചോറും കൂട്ടിയിട്ട് ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണം കാണും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. നമ്മുടെ തേങ്ങാ ചമ്മന്തി വീഡിയോ നമ്മൾ അവസാനിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.